വഖഫിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ബംഗാൾ ഇപ്പോഴും ശാന്തമായിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. അവിടെ ഇപ്പോഴും കലാപങ്ങൾ തുടരുന്നു. പഴയ രീതിയിൽ അത്രയും രൂക്ഷമല്ല എങ്കിൽ പോലും പല സമയങ്ങളിലും അക്രമങ്ങൾ പലയിടത്തും ഉണ്ടാകുന്നു എന്നതാണ്. അതിനിടയിൽ രാഷ്ട്രീയ പോരും രൂക്ഷമാവുകയാണ്. കാരണം ഈ മുർഷിദാബാദ് ഇപ്പോൾ ഗവർണർ ഇന്ന് ആനന്ദ് ബോസ് ഇന്ന് സന്ദർശിക്കാൻ വേണ്ടി പോവുകയാണ്. അങ്ങോട്ട് പോകരുതെന്ന് മമതാ ബാനർജി പറയുന്നു. ഇതൊരു രാഷ്ട്രീയ മുതലെടുപ്പാണെന്നാണ് തൃണമൂൽ കോൺഗ്രസിൻ്റെ ആക്ഷേപം. അപ്പോൾ ആ രീതിയിൽ അവിടെ രാഷ്ട്രീയ വിഷയമായി അത് മാറിയിരിക്കുന്നു. സർക്കാരും മമതാ സർക്കാരും ഒപ്പം തന്നെ കേന്ദ്ര സർക്കാരും BJPയും തമ്മിലുള്ളൊരു പ്രശ്നമായി അത് മാറിയിരിക്കുകയാണ്. അതെങ്ങനെ അവിടെ നടക്കണമെന്ന് നമുക്കറിയാം. അബ്ദുൾ റഷീദ് തന്നെയാണ് ഈ വാർത്തയുടെ വിവരങ്ങൾ നമുക്ക് പങ്കുവയ്ക്കുക. ഇന്ന് ഏറ്റവും കൂടുതൽ വാർത്ത നൽകിയതിൻ്റെ അവാർഡ് ഒരു പക്ഷേ അബ്ദുൾ റഷീദിന് തന്നെ നൽകേണ്ടി വരും. അബ്ദുൾ റഷീദ്, ബംഗാളിലേക്ക് പോവുകയാണെങ്കിൽ സംഘർഷങ്ങൾ മെല്ലെ കുറഞ്ഞു, പക്ഷേ അതിൻ്റെ പുറകിലുള്ള രാഷ്ട്രീയ പോര് വളരെ ശക്തമായി തുടരുന്നു എന്നതാണ്. ഇപ്പോൾ അത് ഗവർണറും മുഖ്യമന്ത്രിയും തമ്മിലുള്ള രീതിയിലേക്ക് മാറിയിരിക്കുകയാണ്. മനു, വഖഫ് ഭേദഗതിയെ ചോദ്യം ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ നിയമത്തെ ചോദ്യം ചെയ്തുകൊണ്ട് പ്രതിഷേധം നടന്നിട്ടുള്ള മുർഷിദാബാദിലും അതോടൊപ്പം വിവിധ മേഖലകളിലും വലിയ സംഘർഷമാണ് ഉണ്ടായത്. പക്ഷേ ഈ സംഘർഷങ്ങളൊക്കെ തന്നെയും അണഞ്ഞെങ്കിൽ പോലും ഇതുമായി ബന്ധപ്പെട്ടുള്ള രാഷ്ട്രീയ പോര് പിടിമുറുക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. പ്രത്യേകിച്ചും തൃണമൂൽ കോൺഗ്രസും അതോടൊപ്പം BJPയും പരസ്പര ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ട് വലിയ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ചും ഈ തൃണമൂൽ കോൺഗ്രസിൻ്റെ നേതാക്കളും അതോടൊപ്പം മുഖ്യമന്ത്രി മമതാ ബാനർജി ഈ മുർഷിദാബാദിലെയും അതോടൊപ്പം സമീപ പ്രദേശങ്ങളിലുണ്ടായ സംഘർഷത്തിലെയും സുപ്രധാനപ്പെട്ട വിവരങ്ങളൊക്കെ തന്നെ മറച്ചു വെക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ BJP ആരോപിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായാണ് ഇത്തരത്തിൽ നേതാക്കളെയും അതോടൊപ്പം ഗവർണർക്കും അടക്കം ഈ മേഖലകളിൽ സന്ദർശനത്തിനുള്ള വിലക്ക് ഏർപ്പെടുത്തിയത് എന്നുള്ളതാണ് ഇപ്പോൾ BJP ആരോപിക്കുന്നത്. അതേസമയം ഇത്തരത്തിലുള്ള ആക്രമണം മുർഷിദാബാദിലെയും സംസർഗഞ്ചിലെയും സൗത്ത് 24 പർഗാനാസിലെയും ഒക്കെ തന്നെയും ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്തത് BJPയാണ്. അത്തരത്തിൽ വലിയ ആക്രമണങ്ങളും വിദ്വേഷങ്ങളും പരത്താനാണ് BJP ശ്രമം നടത്തുന്നത് എന്നുള്ള കാര്യമാണ് മമതാ ബാനർജിയും അതോടൊപ്പം തൃണമൂൽ കോൺഗ്രസും പറയുന്നത്. ഇത്തരത്തിൽ BJPയും തൃണമൂൽ കോൺഗ്രസും തമ്മിൽ വലിയ രാഷ്ട്രീയ പോര് നടക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അതേസമയം കഴിഞ്ഞ ദിവസം മാൽഡയിൽ എത്തിയിട്ടുള്ള ഗവർണർ ആനന്ദ് ബോസ് വിലക്കിനെ തുടർന്ന് ഇന്നും മുർഷിദാബാദ് സന്ദർശിക്കുമെന്നുള്ള കാര്യമാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ മുർഷിദാബാദിലെ സംഘർഷ മേഖലകളിലും അതോടൊപ്പം വിവിധ ക്യാമ്പുകളിലും ആനന്ദ് ബോസ് സന്ദർശിക്കും. അവരുമായി ചർച്ചകൾ നടത്തുമെന്നുള്ള കാര്യമാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേസമയം ഈ മേഖലകളിലേക്ക് പ്രവേശിക്കരുത് എന്ന് BJPക്കടക്കം വിലക്ക് ഏർപ്പെടുത്തുന്ന ഒരു സമീപനം മമതാ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട്. ഇതിനെതിരെയും വലിയ പ്രതിഷേധം BJPയും തീർക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം ഇത് BJP വലിയ രാഷ്ട്രീയ ലാക്കായി എടുക്കാനുള്ള സമീപനവും BJPയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നുണ്ട്. അതോടൊപ്പം ഇത്തരത്തിൽ കലാപത്തിന് ആഹ്വാനം ചെയ്യുന്ന ഒരു സമീപനവും BJPയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. പ്രത്യേകിച്ചും ഹിന്ദു വിഭാഗങ്ങളിൽപ്പെട്ട വീടുകളിലേക്ക് ഒരുപാട് സാധനങ്ങൾ വാങ്ങുന്നതിന് പകരം ആയുധങ്ങൾ വാങ്ങി ശേഖരിച്ചു വെക്കണം എന്നുള്ളതാണ് BJPയുടെ മുൻ അധ്യക്ഷൻ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള ദിലീപ് ഘോഷ് അടക്കം ദിവസം പ്രഖ്യാപിച്ചത്. ഇവിടെ ഈ വഖഫ് നിയമം നടപ്പാക്കില്ല എന്ന് പറയുന്ന ബംഗാളിൽ ഈ സംഘർഷം ഉണ്ടാക്കുമ്പോൾ യഥാർത്ഥത്തിൽ അവിടെ സംഘപരിവാറിന് വഴിയൊരുക്കുകയാണ് ജമാഅത്തെ ഇസ്ലാമിയും ഒപ്പം തന്നെ അവരുടെ പോഷക സംഘടനകളുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണല്ലോ ഇപ്പോൾ BJP നേതാക്കളുടെ പ്രതികരണത്തിൽ നിന്ന് കാണാൻ കഴിയുന്നത്. ഹിന്ദുക്കൾ ആയുധങ്ങൾ വാങ്ങി സംഭരിക്കണം എന്നൊക്കെ പറയുമ്പോൾ നോക്കൂ, അവിടെ സംഘപരിവാറിന് അനായാസം വഴിയൊരുക്കുന്നു. അവർക്ക് അനായാസം പറഞ്ഞു വെക്കാൻ കഴിയും, ഇതാ വഖഫിൻ്റെ പേരിൽ രാജ്യം മുഴുവൻ ഇവർ സംഘർഷം ഉണ്ടാക്കുകയാണെന്ന്. യഥാർത്ഥത്തിൽ ജമാഅത്തെ ഇസ്ലാമി അടക്കമുള്ളവർ ആഗ്രഹിക്കുന്നതും അതുതന്നെയാണ്. പക്ഷേ അവിടെ ജീവൻ നഷ്ടപ്പെട്ടത് CPIMൻ്റെ 2 പാർട്ടി സഖാക്കൾക്കാണ്. ഈ വർഗീയതയെ ചെറുക്കാൻ മുന്നിൽ നിന്ന 2 സാധാരണക്കാരായ മനുഷ്യർക്കാണ് അവിടെ ജീവൻ നഷ്ടപ്പെട്ടത് എന്നും നമ്മൾ ഈ ഘട്ടത്തിൽ എടുത്തു പറയേണ്ടതാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, എവിടെയൊക്കെ ഇടതുപക്ഷത്തിൻ്റെ മനുഷ്യരുണ്ടോ, ഇടതുപക്ഷത്തിൽ വിശ്വസിക്കുന്ന മനുഷ്യരുണ്ടോ, വർഗീയതയെ ചെറുക്കാൻ അവർ മുന്നിലുണ്ടാകുമെന്നാണ് അതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്.